അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 22 ഒരു പുതുയുഗ പിറവിയാണ് അയോധ്യയിൽ ഉണ്ടാവുക. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 22 പ്രധാനമന്ത്രി തന്നെയാകും ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നതും ആദ്യ ആരാധന നടത്തുന്നതും. റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാംപത്ത് തുടങ്ങുന്ന ലതാ മങ്കേഷ്കർ ചോക്ക് വരെ റോഡ് ഷോ നീണ്ടു. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है. इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. ജനുവരി 22 എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി. രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുക. ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ. ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് കണ്ണെഴുതും. ഉച്ചയ്ക്ക് 12:29 ആരംഭിച്ച് 84 സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പ്രധാനമന്ത്രിയും RSS അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ 5 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിലുണ്ടാകൂ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അയോധ്യയിൽ ആര് പോയാലും സമസ്തയുടെ വികാരം വ്രണപ്പെടില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോൺഗ്രസ് അയോധ്യയിൽ പോകരുത് എന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗവും ജിഫ്രി തങ്ങൾ പാടെ തള്ളി. സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതത്തിലാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണം സംബന്ധിച്ച കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖപ്രസംഗം തള്ളി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. മുഖപ്രസംഗം സമസ്ത നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയം സ്വീകരിക്കാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. വിരോധം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവുമല്ലോ. ഞങ്ങളല്ല നടത്തേണ്ടവർ, പിന്നെ വേറെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ സ്വന്തം ഇന്ത്യയിൽ ആർക്കും എന്തും നടത്താറ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്നാണ് പൊതുവിലയിരുത്തൽ. അതിനാൽ സംസ്ഥയുടെ അതേ നിലപാടാണ് ലീഗും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെയാണ് സുപ്രഭാതം മുഖപ്രസംഗം കോൺഗ്രസിനെ സംശയനിഴലിൽ നിർത്തിയത്. 24 കോഴിക്കോട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഖേൽരത്ന അർജുന പുരസ്കാരങ്ങൾ ഓഫീസിന് മുന്നിൽ വെച്ച് മടങ്ങി. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വലിയ പ്രതിഷേധം താരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, നേരത്തെ തന്നെ വിനേഷ് ഫോഗട്ട് ഇത് പ്രഖ്യാപിച്ചതായിരുന്നു. അന്ന് തുറന്ന കത്താണ് പ്രധാനമന്ത്രിക്ക് എഴുതിയത്. അതായത് താരങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് നൽകിയ പുരസ്കാരങ്ങൾ, അർജുന, ഖേൽരത്ന പുരസ്കാരങ്ങൾ മടക്കി നൽകുമെന്നായിരുന്നു വിനേഷ് ഫോഗട്ട് അന്ന് തുറന്ന കത്തിലൂടെ പ്രധാനമന്ത്രിയെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് ഈ ഗുസ്തി താരങ്ങൾ പ്രതിഷേധിച്ചെത്തിയത്. എന്നാൽ ഈ സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുമതി നൽകിയില്ല. ആ ഒരു ഘട്ടത്തിൽ കർത്തവ്യ പത്തിൽ ഈ ഒരു അർജുന, ഖേൽരത്ന പുരസ്കാരങ്ങൾ അവിടെ വച്ചുകൊണ്ട് മടങ്ങുകയാണ് താരമുണ്ടായത്. ശക്തമായ പ്രതിഷേധമാണ് ഈ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മുൻകൂട്ടി ഇത്തരം ഇത് മടക്കി നൽകുമെന്ന് വിനേഷ് ഫോഗട്ട് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ നേരത്തെ ബജ്രംഗ് പുനിയയും കർത്തവ്യ പത്തിൽ തനിക്ക് ലഭിച്ച പുരസ്കാരം വച്ചു മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കൂടി താരങ്ങൾ കടക്കുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത് അവർക്ക് ലഭിക്കുന്ന നീതി അത് ലഭിക്കണം. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കാണണം എന്നീ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിൽ കേന്ദ്രം മൗനം തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രതിഷേധം ശക്തമാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഗുസ്തി താരങ്ങൾ കടന്നത്. അതിൽ സാക്ഷി മാലിക് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. തൊട്ടു പിന്നാലെ ബജ്രംഗ് പുനിയ തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കർത്തവ്യ പത്തിൽ വച്ച് മടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇതിന് പിന്നാലെയാണ് വിനേഷ് ഫോഗട്ടിന് ലഭിച്ച അർജുന, ഖേൽരത്ന പുരസ്കാരങ്ങൾ കർത്തവ്യ പത്തിൽ ഉപേക്ഷിച്ച് മടങ്ങിയിരിക്കുന്നത്.
ശരി, ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഖേൽരത്ന അർജുന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് മടങ്ങി. പ്രതിഷേധം ശക്തമാക്കുകയാണ് താരങ്ങൾ. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്ത്. VM സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തി. സുധീരന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാനുള്ള വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് K സുധാകരൻ തുറന്നടിച്ചു. അയോധ്യ വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പറഞ്ഞ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഒഴിഞ്ഞുമാറി. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് KPCC എക്സിക്യൂട്ടീവ് യോഗം സാക്ഷിയായത്. 2 വർഷമായി നേതാക്കൾ തന്നോട് കൂടിയാലോചന നടത്തുന്നില്ല എന്ന് VM സുധീരൻ വിമർശിച്ചു. 2 ഗ്രൂപ്പിൽ നിന്ന് 5 ഗ്രൂപ്പായത് മാത്രമാണ് നേതൃത്വത്തിന്റെ നേട്ടമെന്നും സുധീരൻ വിമർശിച്ചു. ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് K സുധാകരൻ പരസ്യമായി മറുപടി പറഞ്ഞത്. അദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നോട് ഞാനില്ല പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാലാണ്. മിനിറ്റുകൾക്കുള്ളിൽ ഈ അഭിപ്രായം KPCC അധ്യക്ഷൻ ഇങ്ങനെ തിരുത്തി. പാർട്ടി വിടുമെന്ന് ഞാൻ ഇല്ല ഞാൻ ഇല്ലെന്നാ പറഞ്ഞു. സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. അത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാൻ മാത്രമേ ഞാൻ അതിന് വില കൽപ്പിക്കുള്ളൂ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനമെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. Our party has not responded on this point. As soon as the party will respond, definitely the party will respond. As soon as the call will be taken, it will be deliberately, not deliberately. You people are asking this, but yes, the answer will be given from the AICC headquarter press conference. സർക്കാരിനെതിരെ KPCC നയിക്കുന്ന കേരള ജാഥ ഈ മാസം 21-ന് തുടങ്ങും. പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന പരാതി ദീപാദാസ് മുൻഷിയോട് A ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പുനർനിയമന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. പുനർനിയമന വിഷയത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടായെന്ന കണ്ടെത്തൽ തെറ്റാണ് എന്നാണ് വാദം. പുനർനിയമന വിഷയത്തിൽ ബാഹ്യ ഇടപെടലായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി അങ്ങനെ സുപ്രീം കോടതി റദ്ദാക്കി. പുനർനിയമന ഉത്തരവ് ചാൻസലറാണ് പുറത്താക്കിയതെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തീരുമാനത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം. ഈ കണ്ടെത്തലിനെയാണ് പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത്. നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അട്ടിമറി സർക്കാർ നടത്തിയിട്ടില്ല എന്ന് പുനഃപരിശോധനാ ഹർജി അവകാശപ്പെടുന്നു. ഗൗരവകരമായ പരാമർശങ്ങൾ വിധിയിലുള്ളത് മറ്റു കേസുകളിലും സർക്കാരിന് തിരിച്ചടിയാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ ഹർജി. പുതുവത്സരാവധിക്ക് ശേഷം തുറക്കുമ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നട തുറന്നു. പിന്നീട് ആഴിയിൽ അഗ്നി പകർന്നു. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും നല്ല തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജനുവരി 15-നാണ് മകരവിളക്ക്. 12-ന് എരുമേലിപ്പേട്ടത്തുള്ളൽ നടക്കും. 13-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പിഴവുകൾ പരിഹരിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ദേവസ്വം ബോർഡും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് വ്യക്തമായിട്ടുള്ള ബ്രീഫിംഗ് എന്തൊക്കെ ചെയ്യേണ്ടതാണ്, എങ്ങനെ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ഉണ്ടാക്കണം, എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അവരവരെ പോയിന്റ് ഡ്യൂട്ടിയെ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഓഫീസേഴ്സ് അവരവരെ ജോലി സ്ഥലമൊക്കെ ചെല്ലുന്നുണ്ട്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ വിന്യസിച്ചു. ഇവിടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ടാകും. 24 പത്തനംതിട്ട. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഗസയിൽ പ്രചരിച്ചിരുന്നെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദൈവദശക ശ്ലോകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ നിർദ്ദേശിച്ചു. മാനവികതയുടെ വിസ്മയ പ്രതിഭാസമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുസന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന കാലമാണിത്. ഗുരുസന്ദേശത്തിന്റെ വെളിച്ചം ഗസയിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ്
ഈ ആക്രമണം എന്ന് പറയുന്നത്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങി മരിക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗുരു സന്ദേശത്തിൻ്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന്റെ ഗുരുവായി കണ്ടുവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. തുടർന്ന് 2 ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവദശകം മുഴുവൻ വേണ്ട, ഒരു 3 ശ്ലോകമെങ്കിലും കേരളത്തിൻ്റെ ഗാനമായി അംഗീകരിക്കപ്പെടണമെന്ന് ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർത്ഥാടനം മറ്റന്നാൾ സമാപിക്കും. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. മോട്ടോർ വാഹന വകുപ്പിന് പിന്നാലെ KSRTCയിലും KB ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കൂട്ടസ്ഥലമാറ്റം. കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്കൽ ജീവനക്കാർ എന്നിവരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ സ്ഥലമാറ്റ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. ഈ ഉത്തരവിന്റെ ഭാവി എന്തായിരിക്കും ജയശങ്കർ? റീജിത്ത്, KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 28-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് KSRTC CMD ബിജു പ്രഭാകർ പുറത്തിറക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം മെക്കാനിക്കൽ വിഭാഗത്തിലെ 28 ജീവനക്കാരെയും ഒപ്പം കണ്ടക്ടർ വിഭാഗത്തിലെ 41 പേരെയും ഡ്രൈവർ വിഭാഗത്തിലെ 47 പേരെയുമാണ് കൂട്ടത്തോടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരവ് പുറത്തിറക്കുന്ന സമയത്ത് വകുപ്പിന് മന്ത്രിയില്ല എന്നത് പ്രത്യേക കാര്യമാണ്. വകുപ്പ് മന്ത്രി ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത്. സമാനമായ രീതിയിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഇറക്കിയ ഉത്തരവ് KB ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് മരവിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഉത്തരവ് ഇതുവരെ മരവിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. നമ്മൾ ജീവനക്കാരോടും മറ്റും സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഈ ഉത്തരവ് അനുസരിച്ച് പുതിയ യൂണിറ്റുകളിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് തന്നെയാണ് KSRTCയുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും നിലവിലെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി KSRTC മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുമെന്ന് യൂണിയനുകളും അറിയിച്ചിട്ടുണ്ട്. റീജിത്ത്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയാണ്. കണ്ണൂർ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ മലിനീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിൽ വാക്കേറ്റം. മേയർ TO മോഹനും കൗൺസിലർ PK രാഗേഷും തമ്മിലായിരുന്നു പോർവിളി. PK രാഗേഷിന് പ്രസംഗിക്കാൻ അവസരം നിഷേധിച്ചതോടെയാണ് തർക്കമുണ്ടായത്. നേരത്തെ മേയർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച PK രാഗേഷിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഒരു പരസ്യ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് സജോ? ഇന്ന് വൈകിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ പുതുതായി നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം കണ്ണൂർ നഗരത്തിനടുത്തുള്ള മഞ്ചപ്പാലത്ത് നടന്നത്. തദ്ദേശ മന്ത്രി MB രാജേഷാണ് ഈ ഉദ്ഘാടന പരിപാടിയും അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മടങ്ങി. അതിന് പിന്നാലെ മേയറും ഡെപ്യൂട്ടി മേയറും സംസാരിച്ചു. PK രാഗേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിനെതിരെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനെതിരെ PK രാഗേഷ് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. PK രാഗേഷ് വേദിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചില്ല. അതിന് പിന്നാലെയാണ് അത് പ്രോട്ടോകോൾ വിരുദ്ധമാണ്, തന്നെയാണ് അടുത്തതായി സംസാരിക്കാൻ ക്ഷണിക്കേണ്ടത് എന്ന് PK രാഗേഷ് എഴുന്നേറ്റ് പറയുകയും മൈക്കിനടുത്തേക്ക് ചെല്ലുകയും മൈക്ക് സജോ ദേവസ്യയുമായി ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ മലിനീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് വലിയ വാക്കേറ്റമുണ്ടായത്. മേയർ TO മോഹനും കൗൺസിലർ PK രാഗേഷും തമ്മിലായിരുന്നു പോർവിളി. സജോ ദേവസ്യ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോയാൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് 1000-ലേറെ പോലീസുകാരെ വിന്യസിക്കും. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക പരിശോധനകളും ഉണ്ടാകും. ബീച്ചുകളിലും ഹോട്ടലുകളിലും രാത്രി 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. ന്യൂ ഇയർ ആഘോഷം കനത്ത സുരക്ഷാ വലയത്തിൽ. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം പേരെത്തിയ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം 1.5 ലക്ഷമായി പരിമിതപ്പെടുത്തും. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശനം 40,000 പേർക്ക് മാത്രം. ഒരു കാരണവശാലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ അനുവദിക്കില്ല.
സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മഫ്തിയിൽ വനിതാ പോലീസുകാർ ഉണ്ടാകും. നിരീക്ഷണത്തിനായി 100 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിവരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും ബാരിക്കേഡ് ഉപയോഗിച്ച് തടയും. 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ചാലും ഒറ്റയടിക്ക് ആഘോഷങ്ങൾ അവസാനിപ്പിക്കില്ല. ചെറിയ കലാപരിപാടികൾ നടത്തി ആളുകൾക്ക് മെല്ലെ പുറത്തു പോകാൻ അവസരമുണ്ടാക്കും. രാത്രി 12 മണിക്ക് ശേഷം ഇടതടവില്ലാതെ KSRTC സ്വകാര്യ ബസ് സർവീസുകളും നടത്തും. അതേസമയം വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന RDOയുടെ ഉത്തരവിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറും മുന്നറിയിപ്പുമായി എത്തി. 13 DYSPമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലെ മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം പോലീസുകാരെ സിറ്റിയിൽ മാത്രം ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാനവീയം വീതിയിലും ശംഖുമുഖം, കോവളം, വർക്കല ബീച്ചുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കും. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തും. ബീച്ചുകളുടെയും ഹോട്ടലുകളിലെയും ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുസാറ്റിലെ ദുരന്തം 2022-ലെ പുതുവത്സരാഘോഷത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടം ഇവ രണ്ടും മുന്നിൽ കണ്ടാണ് കർശന സുരക്ഷ. 24 കൊച്ചി. സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണി വരെ മാത്രം. പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുവത്സര ദിനത്തിൽ നേരത്തെ അടയ്ക്കുന്നത്. സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണം എന്നാണ് പമ്പ് ഉടമകളുടെ ആവശ്യം. പുതുവത്സര തലേന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനിറങ്ങുന്നവർ നേരത്തെ വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു വെക്കേണ്ടി വരും. രാത്രി 8 മണി മുതൽ 1 രാവിലെ 6 മണി വരെ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി തവണയാണ് പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ നടന്നത്. കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെയും ആ പമ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരണം. ഇത് പറയാനും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കളമശ്ശേരിയിലെ തീപിടുത്തം, ബോംബേറും പെട്രോൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി, 5 പേര് മരിച്ചു. ഇതൊരു സൂചന ആയിട്ടാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നത്. നേരത്തെ ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ചിരുന്നത് ജനുവരി 1 മുതൽ കേരളത്തിലെ എല്ലാ പമ്പുകളും രാത്രി 10-ന് ശേഷം അടയ്ക്കാനായിരുന്നു. സൂചനാ പ്രതിഷേധം സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ രാത്രികളിൽ പൂർണ്ണമായി പമ്പുകൾ അടച്ചിടേണ്ടി വരുമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്നതുപോലെയുള്ള നിയമം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. 24 കൊച്ചി, പാലക്കാട്. മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് LDF നേതൃത്വത്തിന് കത്ത് നൽകി. മന്ത്രിസ്ഥാനം വെച്ചുമാറാനുള്ള NCPയിലെ ധാരണ പാലിക്കാൻ ഇടപെടണം എന്നാണ് ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കത്ത് നൽകും. മന്ത്രി AK ശശീന്ദ്രനാണ് NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത്. വെച്ചുമാറാൻ ധാരണയുണ്ടെന്ന അവകാശവാദവുമായി തോമസ് കെ തോമസ് പലതവണ രംഗത്ത് വന്നെങ്കിലും ദേശീയ നേതൃത്വം കൈവിട്ടു. ഇതോടെയാണ് LDF നേതൃത്വത്തെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിലെത്തിയാണ് കൺവീനർ EP ജയരാജന് കത്ത് നൽകിയത്. മന്ത്രിസ്ഥാനം തുല്യമായി വീതം വെക്കണമെന്ന NCPയിലുണ്ടായ ധാരണ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 MLAമാർക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് ശരത് പവാർ നിർദ്ദേശിച്ചത്. ഈ ധാരണയെപ്പറ്റി PC ചാക്കോയ്ക്കും അറിവുള്ളതാണ്. ഇനി മുഖ്യമന്ത്രിക്ക് കൂടി കത്ത് നൽകുമെന്ന് തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ എടുത്തൊരു തീരുമാനമുണ്ട് പാർട്ടിയായിട്ട്, അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതനുസരിച്ചുള്ള ലെറ്റർ EP ജയരാജന് കൊടുത്തിട്ടുണ്ട്. അല്ല, കത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ടൈം അടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും. കാരണം പിന്നെ സംശയം കൊടുക്കണമല്ലോ, കാരണം ഇത് ഒരു മുഖ്യമന്ത്രി ആണല്ലോ തീരുമാനിക്കാൻ. ശരത് പവാർ തീരുമാനം അറിയിച്ചാൽ മാത്രമായിരിക്കും LDF ഈ ആവശ്യം പരിശോധിക്കുക. എന്നാൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിലപാട്. 24 ആലപ്പുഴ. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷുവേർ റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ്. കേസ് പിൻവലിക്കണം എന്നാണ് ആവശ്യം. കേരള സർക്കാർ നരേന്ദ്രമോദിയുടെ പാത സ്വീകരിക്കരുതെന്ന് സാമൂഹ്യ പ്രവർത്തക മേധാ പട്കറും പറഞ്ഞു.
മുഖ്യമന്ത്രിക്കെതിരായ ഷൂ എയർ കേസിൽ 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ ദേശീയതലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. വിനീതയ്ക്കെതിരായ പോലീസ് നടപടി ആശങ്കയുണ്ടാക്കുന്നുവെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ വിമർശിച്ചു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയെന്നത് മാധ്യമപ്രവർത്തകരുടെ കടമയാണ്. അത് കുറ്റകൃത്യമല്ലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓർമ്മിപ്പിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസ്താവനയിൽ അറിയിച്ചു. സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ വിനീതയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തെയും പ്രതിഷേധത്തെയും ഇല്ലാതാക്കുന്നത് മോദിയുടെ പാതയെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. This kind of thing is expected from the central government that is today crushing the right to free expression in India. But we never expected this from the ruling party in Kerala. And when this happens, we really have to support the media person like Vinita, and I do the same. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ 5ാം പ്രതിയാക്കിയത്. 24 ഡൽഹി.